ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ യേശു കർത്താവ് ഒരവസരം കൂടി ലളിതാസന് തന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് അടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം കേൾക്കുവാൻ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് മാനസാന്തരപ്പെടുവാൻ നമ്മളൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ധനം, സമ്പത്ത് അല്ലെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവവചനങ്ങൾ മനസ്സിലാക്കി തരികയും അത് കേട്ട് ഓരോ ദിവസവും ജീവിത വിശുദ്ധിയുള്ളവരായി ഒന്നാമത്തെ പുനരുത്ഥാനത്തെങ്കിൽ കർത്താവിനോടൊപ്പം പോകുവാൻ ആ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 8 വരെ ഉള്ള വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുകയും ഇന്ന് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 14-ന്റെ 9 മുതൽ 10 വരെയുള്ള 9, 10 മുൻപോട്ടുള്ള വാക്യങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. വെളിപ്പാട് പുസ്തകം 14-ന്റെ 9, 10. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവർക്ക് ഒരു സാധനം വിൽക്കുവാനോ വാങ്ങിക്കുവാനോ കഴിയാത്ത അവസ്ഥ സാത്താൻ കൊണ്ടുവരുമെന്ന് അറിയിച്ചിരുന്നു. എതിർ ക്രിസ്തുവിനെ എതിർക്കുന്നവരെ കൊന്നുകളവാൻ വരെ അതിൻ്റെ കൽപ്പനയുണ്ടാകും. അന്ന് അനേകരുടെ വിശ്വാസം തണുത്തു പോവുകയും താൽക്കാലിക സുഖത്തിനു വേണ്ടി എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്ന അനേകർ ഉണ്ടാകുമെന്ന് യോഹന്നാൻ കാണുന്നതായും 13-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ പ്രതിമയെ നമസ്കരിക്കുകയും മുദ്ര സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ നാശം ആണ് ഇവിടെ 14-ാം അധ്യായത്തിൽ 9, 10 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവർ ദൈവത്തിൻ്റെ ന്യായവിധി അനുഭവിക്കുകയും എന്നേക്കും ദണ്ഡനം അനുഭവിക്കുകയും ചെയ്യും. സങ്കീർത്തനം 75-ാം അധ്യായം 8-ാം വാക്യത്തിലും യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നിറയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കും. യിരെമ്യാ പ്രവാചകൻ 25-ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഇത് തന്നെ എഴുതിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളിച്ചെയ്തു, ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കാം. അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായിത്തീരും. അങ്ങനെ ഞാൻ പാനപാത്രം യഹോവയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു.
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25:15 മുതലാണ്. ഇവിടെ മൃഗത്തെയോ പ്രതിമയോ നമസ്കരിക്കുന്നവർ ദൈവക്രോധത്തിൻ്റെ പാനപാത്രം കുടിക്കേണ്ടി വരുമെന്ന് ദൂതൻ വിളംബരം ചെയ്യുക. ന്യായവിധിയുടെ വീഞ്ഞു നിറഞ്ഞിരിക്കുന്ന കപ്പ് ദൈവത്തിൻ്റെ കയ്യിൽ യോഹന്നാൻ കാണും. അത് നിറഞ്ഞ് ചുവന്ന് വീര്യം കൂടിയിരിക്കുന്നതായി കാണുകയാണ്. അത് ഭൂമിയിൽ ഒഴിക്കുമ്പോൾ ദുഷ്ടന്മാരെല്ലാം അതിൻ്റെ മട്ട് ഊറ്റിക്കുടിക്കേണ്ടി വരുമെന്ന് സങ്കീർത്തനത്തിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടി നമ്മൾക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു. വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ ഉഗ്ര കോപം, അതായത് ക്രോധമദ്യം നിറഞ്ഞ ഒരു പാനപാത്രത്തെ പ്രതീകമാക്കിക്കൊണ്ട് ദൂതൻ വിളിച്ചറിയിക്കുക. ദൈവത്തിൻ്റെ ഉഗ്രകോപം പ്രതിമയുടെ മുദ്രയേറ്റവരുടെ മേൽ ഉണ്ടാകും എന്ന് ഒരു കരുണയും ഇല്ലാതെ ദുഷ്ടന്മാരെ നശിപ്പിക്കുമെന്നും ഒരു മുന്നറിയിപ്പ് കൂടി വെളിപ്പാട് പുസ്തകം 14:9-10 വാക്യത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 17-29 വാക്യത്തിൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 19-24-28 വരെ വായിക്കുമ്പോൾ ദൈവകോപത്തിൻ്റെ ക്രോധം മനുഷ്യരുടെ മേൽ വരുന്നത് എങ്ങനെയാണെന്ന് അവിടെയും വെളിപ്പെടുത്തി എഴുതിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ. എന്നാൽ ദൈവം സോദോം പട്ടണം നശിപ്പിക്കുവാൻ പോകുമ്പോൾ അബ്രഹാമിനെ ഓർക്കുക. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ ആ ഉന്മൂല നാശത്തിൽ നിന്ന് വിടുവിക്കുന്നതായും ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലോത്തും കുടുംബവും ആ പട്ടണം വിട്ടുപോരുവാൻ ദൂതന്മാർ ലോത്തിനെയും കുടുംബത്തെയും നിർബന്ധിച്ചിരിക്കുന്നതായും അവിടെ കാണുവാൻ കഴിയും. എന്നാൽ ലോത്ത് തൻ്റെ ഭാവി മരുമക്കളെ കൂടെ കൊണ്ടുപോകുവാൻ പ്രേരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ മക്കളെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺമക്കളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഭാവി മരുമക്കളെ കൂടെ കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോൾ അവർ കളി പറയുകയാണെന്ന് അവർ വിചാരിച്ചു. കാരണം സൊദോമിൻ്റെ ഉല്ലാസങ്ങളോട് ഇഴുകിച്ചേർന്ന് ഇരിക്കുന്നവരാണ് അവർക്ക് ആ ഉല്ലാസങ്ങളിൽ നിന്ന് വിട്ടുപോരുവാൻ എത്ര മുന്നറിയിപ്പ് കൊടുത്താലും അവർ കേൾക്കുകയില്ല. പാപത്തിൻ്റെ ഉല്ലാസങ്ങളിൽ മുഴുകി ജീവിക്കുക. ഇന്നത്തെ ക്രിസ്തുമതം ഈ ലോകത്തിൻ്റെ വിഗ്രഹാരാധനയോട് അവരുടെ ഹൃദയം പറ്റിച്ചേർന്നിരിക്കുക. ദൈവകോപത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവരെ അവർ കളിയാക്കുകയും
എന്ന സ്വഭാവം അവരുടെ ഉള്ളിൽ വേര് പിടിച്ചിരിക്കുകയാണ്. ദൈവകോപത്തിൻ്റെ അന്തിമ ദിനം അടുക്കും തോറും ദൈവവചനത്തിനെതിരെ ദൂഷണം പറഞ്ഞ് അനേകരുടെ ഹൃദയം ഇന്ന് കഠിനമായിക്കൊണ്ടിരിക്കുന്നു. കർത്തൃത്വത്തെ നിന്ദിക്കുകയും, അതായത് ക്രിസ്തുവിനെയും അവൻ്റെ വചനത്തെയും അധർമ്മികളായ പുരോഹിതന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ, അവരെ സന്തോഷിപ്പിക്കുവാൻ ക്രിസ്ത്യാനി മതം, അതായത് ദൈവവചനത്തിൻ്റെ പേരിൽ പണമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ബിലിയാമിനോട് കഴുത സംസാരിച്ചു, നീ അതിന് പോകരുത്. നിങ്ങൾ ദൈവവചനത്തെ അഹങ്കാരത്തോടെ പരിഹസിച്ച് തള്ളരുതെന്ന് തൻ്റെ ദാസന്മാരെ കൂടി കർത്താവ് പലപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തിട്ടും പരിഹാസികൾ ക്രിസ്തു മതത്തിൽ ലയിച്ചുകൊണ്ട് ദൈവവചനത്തെ തള്ളിക്കളയുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയും. ദൈവമാകട്ടെ പാപത്തെ ശിക്ഷിക്കാതെ പോവുകയില്ല. ലോത്തിൻ്റെ ഭാവി മരുമക്കൾക്കും ഇതനുസരിക്കുവാനായി അവർ വിസമ്മതിച്ചതുപോലെ ഇന്ന് ക്രിസ്തുമതത്തിൽ വേരുപിടിച്ച് നിൽക്കുന്നവർ സത്യവചനം കേൾക്കുവാൻ അവരാഗ്രഹിക്കുന്നില്ല. എന്നാൽ ലോത്തും ഭാര്യയും 2 പെൺമക്കളും ദൂതന്മാരുടെ അകമ്പടിയോടെ സോദോമിന് പുറത്തു വരികയും ഉടനെ ദൈവം തീയിറക്കി അതിനെ നശിപ്പിച്ചു കളഞ്ഞതായും ക്രിസ്തീയ മതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ വചനം അറിയാവുന്നതാണ്. നീതിയുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ നീതിമാൻ തിന്മയെ വെറുക്കുകയും ലോകത്തിലെ വ്യാജ പുരോഹിതന്മാരും വ്യാജ പാസ്റ്റർമാരും ചെയ്യുന്ന അസാൻമാർഗീയ ലോകത്തിലെ പാപം അത് കണ്ട് ഹൃദയം വ്യാകുലപ്പെടുകയും വേദനപ്പെടുകയും ചെയ്യുന്നുണ്ട്. നീതിമാന്മാരുടെ ഹൃദയങ്ങൾ അവർ ദുഷ്ടതയ്ക്കെതിരെ എപ്പോഴും പ്രതികരിക്കും. അതായത് ക്രിസ്തുവിനെയും അവൻ്റെ വചനത്തെയും നിന്ദിക്കുന്നത് കാണുമ്പോൾ അവരുടെ വേദന ദൈവസന്നിധിയിൽ ധൂപം പോലെ എത്തുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുകയും ചെയ്യുന്നു. ദൈവ ക്രോധത്തിൽ വീണുപോകാതെ ഇരിക്കുവാൻ ന്യായവിധിയെക്കുറിച്ച് മുൻകൂട്ടി ദൂതൻ വെളിപ്പാട് പുസ്തകത്തിൽ ലോകജനത്തെ അറിയിക്കുക.
മൃഗത്തിൻ്റെ മുദ്രയേൽക്കുന്നവർക്ക് സൊദോം ഗൊമോറയെ തീയാൽ നശിപ്പിച്ചതുപോലെ വലിയ ന്യായവിധി ഉണ്ടാവുമെന്നും അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ പോകരുതെന്നും ദൂതൻ മുന്നറിയിപ്പ് തരികയാണ് വെളിപ്പാട് പുസ്തകത്തിൽ. ദൈവക്രോധത്തിൽ വീണുപോകാതിരിക്കുവാൻ ന്യായവിധിയെക്കുറിച്ച് മുൻകൂട്ടി നമ്മളെ അറിയിക്കുകയാണ്. എന്നാൽ ഇന്ന് വിഗ്രഹത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനി മതം അന്ന് മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുവാൻ മടിയില്ലാതെ അത് പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. അതാണ് വെളിപാട് പുസ്തകത്തിൽ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ മത്തരായിരിക്കുന്ന, അതായത് വിഗ്രഹാരാധനയുടെയും വേശ്യാവൃത്തിയുടെയും പങ്കാളികളായവർ ദൈവക്രോധം അനുഭവിക്കേണ്ടി വരുമെന്നും കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി പ്രതീക്ഷിക്കാതെ വിഗ്രഹത്തെ ആരാധിച്ച് തിന്നുകുടിച്ച് ആനന്ദിച്ച് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ധരിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ലോത്തിൻ്റെ കാലത്ത് ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി ദുഷ്ടന്മാരായ സൊദോമിനെ നശിപ്പിച്ചതുപോലെ അന്ത്യകാലത്ത് ദൈവക്രോധം കുടിക്കേണ്ടി വരുമെന്നും വെളിപ്പാട് പുസ്തകം 14 അധ്യായം 9-10 വാക്യത്തിൽ കൂടി നമ്മൾ അറിയിക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകം 14 അധ്യായം 14-11 വാക്യം, അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷരത കൊണ്ട് ഇവിടെ ആവശ്യം. POC ബൈബിളിലാണെങ്കിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപ്പകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധന്മാരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. POC ബൈബിളിൽ ഒന്നുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. കാൽവറി ക്രൂശിൽ കിടന്ന് യേശുവിന് ദാഹിച്ചപ്പോൾ യേശുവിന് ഈ ലോകം നൽകിയത് എന്താണ്? പുളിച്ച വീഞ്ഞായിരുന്നു. രക്ഷയുടെ പാനപാത്രം നിഷേധിച്ച് പ്രതിമയെ നമസ്കരിക്കുന്നവർ അവരുടെ ദഹനത്തിൻ്റെ പുക പൊങ്ങിക്കൊണ്ടിരിക്കും. രാത്രിയും പകലും ഒരു സ്വസ്ഥതയും അവർക്കുണ്ടാകുകയില്ല. യെശയ്യാ പ്രവാചകൻ 34:10 വാക്യങ്ങളിൽ POC ബൈബിളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, രാവും പകലും അത് കെടാതെ എരിയും, അതിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും,
തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. 12-ാം വാക്യം, അത് ഒരു രാജ്യം അല്ലാതാകും. അവരുടെ രാജാക്കന്മാർ ശൂന്യതയിൽ ലയിക്കും. അതിൻ്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും. 8-ാം വാക്യം, കർത്താവിന് പ്രതികാരത്തിൻ്റെ ദിനവും സിയോനു വേണ്ടി പകരം വീട്ടുന്ന ഒരു അവസരവുമായിരിക്കും. ഞാൻ POC ബൈബിളിലൂടെ വായിച്ചു തരുന്നത്, POC ബൈബിളിൽ ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. പ്രത്യേകാൽ ഈ POC ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കും വചനം അറിയില്ല എന്ന് പറയുവാൻ കഴിയില്ല. ആരും പ്രസംഗിക്കാതെ തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഈ ബൈബിൾ വായിച്ചുകൊണ്ടാണ് ദൈവകൽപ്പനകളെ ധിക്കരിച്ച് മരിച്ച ദുരാത്മാക്കളോടും വിഗ്രഹത്തെയും ആരാധിക്കുന്നത്. 1-ാം കൽപ്പന, 2-ാം കൽപ്പന, 4 തലമുറ നിന്നെ സന്ദർശിക്കുമെന്നാണ് POC ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ന്യായവിധി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ അതിനെ ധിക്കരിച്ച ഓരോ കുടുംബങ്ങളിലും ന്യായവിധിയുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വചനം അത് വായിച്ച് ഗ്രഹിച്ച് ദൈവം പറയുന്നത് അനുസരിക്കുവാനുള്ളതാണ്. ഇവിടെ ദൈവക്രോധം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരകമായി മാറുന്നതായിട്ട് യെശയ്യാവ് 34:10 പറയുകയാണ്. ദൈവക്രോധം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരകമായി ഈ പട്ടണം മാറുന്നു. അവിടെ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ഒരു രാജ്യമോ ഉണ്ടാകത്തില്ലെന്ന് യെശയ്യാ പ്രവാചകൻ 34:10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അത് പുഴുവും ശൂന്യവുമായി പക്ഷികളും വന്യമൃഗങ്ങളും കയ്യേറിയിരിക്കുന്ന പാഴു ശൂന്യമായ ഒരു നിർജ്ജന പ്രദേശമായി മാറുന്നതായിട്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:10 മുതൽ വായിച്ചപ്പോൾ നമ്മൾക്കൊന്നുകൂടെ മനസ്സിലായി. മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്ന അവർ നശിച്ചില്ലാതെയാകുമെന്നല്ല ബൈബിൾ പറയുന്നത്. അവരുടെ സമാധാനം നഷ്ടപ്പെട്ട് രാവും പകലും നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ കൂടി നമ്മൾക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. ഒരാൾ പെട്ടെന്ന് മരിച്ച് ഇല്ലാതായെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ അവർക്ക് മരിക്കുവാൻ കഴിയില്ല. അവർ ചെയ്ത പാപത്തിൻ്റെ, ദൈവത്തെ തള്ളിക്കളഞ്ഞതിൻ്റെ ശിക്ഷ, നിലവിളിയുടെ ശബ്ദം രാവും പകലും ഉയർന്നുകൊണ്ടിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടി നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നു. യേശുവിൻ്റെ സാക്ഷ്യം മുറുകെ പിടിക്കുന്ന വിശുദ്ധർ അവർ സഹിഷ്ണുതയോടും ക്ഷമയോടും എല്ലാം സഹിച്ച് ദൈവത്തെ മനസ്സ് തുറന്ന് ആരാധിക്കും. ദൈവമക്കൾ അന്ത്യത്തോളം ഉറപ്പും വിശ്വസ്തയോടെ ഉറച്ചു നിൽക്കണമെന്ന്
നമ്മൾക്കൊന്നുകൂടെ കർത്താവ് ബലപ്പെടുത്തി തരികയാണ്. നമ്മൾ വചനത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ ഈ ദുഷ്ടന്മാരുടെ കൂടെ വിശ്വാസികളും ദണ്ഡനം അനുഭവിക്കേണ്ടി വരുമെന്നും കൂടെ ഒരു മുന്നറിയിപ്പ് കൂടി കർത്താവ് നമുക്ക് തരുന്നവർക്ക് നന്ദി പറയുകയാണ്. മഹാപീഡന കാലത്ത് സഹിഷ്ണുത കൊണ്ടും അതായത് ക്ഷമ കൊണ്ടും യേശുവിലുള്ള വിശ്വാസത്താലും തങ്ങളുടെ ജീവനെ വിശ്വാസത്താൽ ബലിയർപ്പിക്കാനും ഒരുക്കമുള്ളവരായിരിക്കണം വിശ്വാസികൾ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. POC ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അനന്തരം സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. ഏത് കാലത്തും, ഇപ്പോഴും അന്ത്യകാലത്താണെങ്കിലും കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മുള്ളവർ തന്നെയാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുകയാണ്. ഓരോരുത്തർക്കും ഒന്ന്, നമുക്കൊരു കച്ചവടക്കാരന് അവന് നല്ല ലക്ഷ്യമുള്ളവനായിരിക്കും കച്ചവടക്കാരൻ. അവൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ കച്ചവടം ചെയ്ത് അവന് ധനം സമ്പാദിക്കുക എന്നായിരിക്കും ആ കച്ചവടക്കാരൻ്റെ ലക്ഷ്യം. ഒരു മത നേതാവ് ഒരു കട്ടുമതത്തിലുള്ളവർക്ക് അവൻ്റെ കീർത്തിയും പ്രശംസയും അവൻ്റെ വിജയത്തിനും വേണ്ടി ആ കട്ടുമതത്തിലുള്ളവർ പ്രവർത്തിക്കും. അവരുടെ ലക്ഷ്യം ഈ ലോകത്തിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടിയായിരിക്കും. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ കർത്താവിനെ സേവിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ സർവവും നഷ്ടപ്പെടുന്ന നിമിഷം മരണം ഭാഗ്യവും ലാഭക്കച്ചവടവുമായിരുന്നുവെന്ന് അവർക്കുറപ്പുണ്ടാവും. 1 കൊരിന്ത്യർ 15-18 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മരിച്ചവരിൽ നിന്ന് ഉയർക്കുമെന്ന പ്രത്യാശയില്ലെങ്കിൽ, നമ്മൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയില്ലെങ്കിൽ മരിച്ചുപോയ വിശ്വാസികൾ കല്ലറകളിൽ തന്നെ കിടക്കുമെന്ന് 1 കൊരിന്ത്യർ 15-18 പറയുന്നു. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. കർത്താവ് അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സിയോൻ നഗരത്തെപ്പറ്റി അവന് പ്രത്യാശയുണ്ട്. അവൻ്റെ മരണശേഷം എങ്ങോട്ടാ പോകുന്നതെന്ന് നല്ല പ്രത്യാശയുണ്ട്. വ്യാജ ഉപദേശങ്ങൾ കേട്ട്
ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പ്രത്യാശയില്ലാത്തവര് കല്ലറയിൽ തന്നെ കിടക്കുമെന്ന് 1 കൊരിന്ത്യർ 15:18 വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയും പീഡനവും സഹിച്ചതിന് ശേഷം പുനരുത്ഥാനത്തിൽ പ്രത്യാശയുള്ളവരാണ് കർത്താവിൽ വിശ്വസിക്കുന്ന മക്കൾ. പ്രത്യാശയുള്ളവരായിരിക്കണം. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്കും ഉറപ്പായി വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയം വയ്ക്കാം. നമ്മൾ മരിച്ചവരിൽ നിന്നും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. 1 തെസ്സലോനിയർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ദൈവം ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നത് പോലെ നമുക്കും ഈ ലോകത്തിലെ വേലകൾ പൂർത്തിയാക്കിയിട്ട് ഒരു സ്വസ്ഥതയുണ്ടാവും. ആ സ്വസ്ഥത ദൈവത്തിൻ്റെ രാജ്യം അഥവാ വിശ്രമം സ്വർഗത്തിലാണെന്നുള്ള അപ്രത്യാശ ദൈവമക്കൾക്കുണ്ടാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ നിദ്ര കൊള്ളുന്ന വിശ്വാസികൾ ഉയർക്കുകയും സ്വർഗത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവമക്കൾ എഴുന്നേറ്റ് വരുമെന്ന പ്രത്യാശ നമ്മൾക്ക് ഉണ്ടാകണം. മഹാപീഡന കാലത്ത് മൃഗത്തിൻ്റെ മുദ്രയേൽക്കാത്തവർ അവർക്കൊത്തിരി കഷ്ടതയുണ്ടാവും. ഒരാഹാരം പോലും ലഭിക്കാതെ വിശന്നും ദാഹിച്ചും ഇരിക്കേണ്ടി അവസ്ഥ വരെയും വരും. മൃഗത്തിൻ്റെ ഭരണത്തോട് യോജിക്കാതെ നിൽക്കുന്നവർ മരണത്തിന് തുല്യമായ അവസ്ഥയിലായിരിക്കും അവരുടെ ജീവിതമെന്നും കൂടി ഓർപ്പിക്കുക. ഇങ്ങനെ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇങ്ങനെ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ പ്രവൃത്തി കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് നിത്യതയിലും അവർ പ്രതിഫലം അനുഭവിക്കും. കർത്താവിന് വേണ്ടിയും തിരുനാമ നിമിത്തവും എന്തെല്ലാം സഹിച്ചോ, കർത്താവിൻ്റെ സാക്ഷ്യത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചതും കരഞ്ഞതും കണ്ണുനീരൊഴുക്കിയതിനെല്ലാം ദൈവമക്കൾക്ക് പ്രതിഫലമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം 14-13 കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധാത്മാവേ, ഈ വചനം കേൾപ്പിച്ചു തന്നതിനായി നന്ദി. അനുഗ്രഹിക്കണം.